Good morning students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റും ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റും ദാറ്റ് ഈസ് UCC ടെസ്റ്റും അതുപോലെ തന്നെ വെയിൻ ഷിയർ ടെസ്റ്റിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ട്രയാക്സിയൽ ടെസ്റ്റിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് നോക്കാം. മെറിറ്റ്സ് ഓഫ് ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ്. നമ്മൾ ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ് അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. നമുക്ക് അധികേറും എല്ലാ ടെസ്റ്റ് കണ്ടീഷൻസും എല്ലാ പ്രാക്ടിക്കൽ കണ്ടീഷൻസും ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് മെറിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ദർ ഈസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദി ഡ്രെയിനേജ് കണ്ടീഷൻസ്. ഡ്രെയിനേജ് കണ്ടീഷനിൽ ഒരു കൺട്രോൾ ഉണ്ട്. നമുക്ക് മൊത്തമായിട്ട് ഡ്രെയിനേജ് കണ്ടീഷൻ കൊടുക്കാതിരിക്കാം ടെസ്റ്റിംഗ് സമയത്ത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കൺട്രോൾ നമുക്കുണ്ട്. ദാറ്റ്സ് എ മെറിറ്റ്. ദെൻ പോർ പ്രഷർ ചേഞ്ചസ് ആൻഡ് വോളിമെട്രിക് ചേഞ്ചസ് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി. ഈ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് വി ക്യാൻ measure the changes in pore water pressure as well as the volumetric changes in the specimen. Third one, the stress distribution in the failure plane is uniform. The failure plane, the stress distribution is uniform. Fourth one, the specimen is free to fail on the weakest plane. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് ഡീമെറിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ ദ ഫെയിലിയർ പ്ലെയിൻ ഈസ് പ്രീ ഡിഫൈൻഡ് ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫെയിലിയർ പ്ലെയിൻ ആയിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ് ദ സ്പെസിമെൻ ഈസ് ഫ്രീ ടു ഫെയിൽ ഓൺ ദി വീക്കസ്റ്റ് പ്ലെയിൻ. അത് പ്രീ ഡിഫൈൻഡ് അല്ല. ഫെയിലിയർ പ്ലെയിൻ ഈസ് നോട്ട് പ്രീ ഡിഫൈൻഡ്. അത് അതിൻ്റെ വീക്കസ്റ്റ് പ്ലെയിനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫെയിൽ ചെയ്യുന്നുള്ളൂ. ഫോർത്ത് വൺ, ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് ഓൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് അപ് ടു ഫെയിലിയർ പ്ലെയിൻ ഈസ് നോൺ. ദ ലാസ്റ്റ് വൺ ഈസ് ടെസ്റ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അക്യുറേറ്റ് റിസർച്ച് വർക്ക്. അക്യുറേറ്റ് ആയിട്ടുള്ള വർക്ക്സിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റാണ്. ഇനി ഡിമെറിറ്റ്സ് ഓഫ് ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ്. ദ apparatus is elaborate, costly and bulky. നമ്മൾ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പാരറ്റസ് കോസ്റ്റ്ലി ആണ്, ഇലാബറേറ്റ് ആണ്, ബൾക്കിയാണ്. അതുപോലെ തന്നെ ദ ഡ്രൈൻഡ് ടെസ്റ്റ് ടേക്സ് ലോങ്ങർ പീരീഡ് ആസ് കമ്പയർഡ് വിത്ത് ദാറ്റ് ഇൻ എ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. ഡ്രൈൻഡ് ടെസ്റ്റ് നമ്മൾ ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വി ടൈം ലോങ്ങർ ടൈം. ഇനി സ്ട്രെയിൻ കണ്ടീഷൻ ഇൻ ദി സ്പെസിമെൻ ആർ നോട്ട് യൂണിഫോം. സ്ട്രെയിൻ കണ്ടീഷൻസ് യൂണിഫോം അല്ല. Then fourth one, it is not possible to find out the cross-sectional area of the specimen accurately under large strain. Well, large strain minimum we cannot find out the cross-sectional area of the specimen. Then test simulates only ആക്സിസിമെട്രിക് പ്രോബ്ലംസ് മാത്രമേ സിമുലേറ്റ് ചെയ്യുന്നുള്ളൂ. പ്രാക്ടിക്കൽ കണ്ടീഷൻസിന് ആക്സിസിമെട്രിക് പ്രോബ്ലംസ് എല്ലാ തരം പ്രോബ്ലംസും വരുന്നതാണ്.
ആക്സിയൽ അല്ല, ലാറ്ററലായിട്ടും ഡിഫറെൻറ്റ് ആംഗിളിൽ ഡിഫറെൻറ്റ് സിമെട്രിക്കൽ ലോഡിങ് വരുന്നതാണ്. The consolidation of the specimen in the test is isotropic. നമ്മൾ ടെസ്റ്റിൽ ഐസോട്രോപ്പിക് ആയിട്ടാണ് കൺസോൾട്ടേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത്. Whereas in the field the consolidation is generally anisotropic. ഫീൽഡിൽ അനൈസോട്രോപ്പിക് ആണ്, അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് ഐസോട്രോപ്പിക് ആണ്. അപ്പോൾ ഒരു ഫീൽഡ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ആ ഒരു വ്യത്യാസം കാണുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് കണ്ടീഷൻസ് എടുക്കുന്നത്? ചോയ്സ് ഓഫ് ടെസ്റ്റ് കണ്ടീഷൻസ്. ഇൻ കേസ് ഓഫ് കോഴ്സ് ഗ്രെയിൻ സോയിൽസ്, the drainage take place quickly during the application of load. Tests on the soils are generally carried out under drained conditions, and therefore consolidated drained tests are more common. അപ്പോൾ ഒരു കോഴ്സ് ഗ്രെയിൻ സോയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നെങ്കിൽ, ടോസ് ഗോയിൻ സോയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡ്രെയിൻഡ് ടെസ്റ്റാണ്. അപ്പോൾ കോഴ്സ് ഗ്രെയിൻ സോയിലിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റാണ്. ഇനി ഫൈൻ ഗ്രെയിൻ സോയിൽസിനെ കൺസിഡർ ചെയ്യുക. ഡ്രെയിനേജ് ടേക്ക് പ്ലേസ് വെരി സ്ലോലി. നമ്മൾ ഫൈൻ ഗ്രെയിൻ സോയിൽസ് എന്ന് പറഞ്ഞാൽ ക്ലൈനെ പോലത്തെ ഫൈൻ ഗ്രെയിൻ സോയിൽസിൽ ഡ്രെയിനേജ് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നുണ്ടാവും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ ഓഫ് ലോഡ്, അൺട്രെയിൻഡ് കണ്ടീഷൻസ് ആർ സ്യൂട്ടബിൾ. അപ്പോൾ ഈ കേസിൽ നമ്മൾ അൺട്രെയിൻഡ് കണ്ടീഷൻസാണ്, ഡ്രെയിനേജ് സ്ലോ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചൂസ് ചെയ്യുന്നത് അൺട്രെയിൻഡ് കണ്ടീഷൻസ്. However, for final stability problems, drained tests are relevant. നമ്മൾ സ്റ്റെബിലിറ്റി, സ്ലോപ്പ് സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ആ കേസിൽ നമ്മൾ ഡ്രെയിൻഡ് ടെസ്റ്റാണ് റിലവൻ്റ് ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ സ്റ്റഡി സീപ്പേജ് കണ്ടീഷൻ ഓഫ് ദി എർത്ത് ഡാം. അതിൻ്റെ എക്സാമ്പിളാണ് സ്റ്റഡി സീപ്പേജ് കണ്ടീഷൻ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രെയിൻഡ് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇനി അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്, ദാറ്റ് ഈസ് UCC ടെസ്റ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ട്രൈആക്സിയൽ ടെസ്റ്റ്. ട്രൈആക്സിയൽ ടെസ്റ്റിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഇൻ വിച്ച് σ3 = 0. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ട്രൈആക്സിയൽ ഷിയർ ടെസ്റ്റ് വേർ σ3 = 0. നമ്മൾ ട്രൈആക്സിയൽ ഷിയർ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ട്രൈആക്സിയൽ ഷിയർ ടെസ്റ്റ് 2 സ്റ്റേജിലാണ്. ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൻ്റെ ഒരു ഷിയറിംഗ് സ്റ്റേജും ഉണ്ട്. കൺസോൾട്ടേഷൻ സ്റ്റേജിൽ നമ്മൾ ഹോൾഡർ കൊണ്ടുപോയിട്ട് ഒരു സെൽഫ് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഷിയറിംഗ് സ്റ്റേജിൽ ഇൻ അഡീഷൻ ടു ദിസ് സെൽഫ് പ്രഷർ നമ്മൾ ഒരു ആക്സിയലായിട്ട് ഒരു ഡീവിയേറ്റർ സ്ട്രെസ്സും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ട്രൈആക്സിയൽ ഷിയർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈആക്സിയൽ ഷിയർ ടെസ്റ്റിൽ 2 തരത്തിലുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സായിട്ട് σc + σd, ദാറ്റ് ഈസ് ഡീവിയേറ്റർ സ്ട്രെസ് പ്ലസ് സെൽഫ് പ്രഷർ. ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സായിട്ട് σc, ദാറ്റ് ഈസ് സെൽഫ് പ്രഷറായിട്ടാണ് വരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി UCC ടെസ്റ്റിലായിട്ട് പോവുകയാണെങ്കിൽ അത് ആക്സിയലായിട്ട് മാത്രമേ അതിൽ ലോഡിങ് വരുന്നുള്ളൂ. ലാറ്ററലായിട്ട് കൺഫൈൻമെൻറ്റ് അഥവാ ലോഡിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേർ ദർ ഈസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് സ്ട്രെസ്, വൺ ടൈപ്പ് ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പോൾ അത് ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. ആ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അതുകൊണ്ട് അവിടെ വരുന്നത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണ്? 0 ആണ്. അപ്പോൾ ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് കൺഫൈനിങ് പ്രഷർ ദിസ് ടെസ്റ്റ് ഈസ് കോൾഡ്. കൺഫൈനിങ് പ്രഷർ ഇല്ല. ട്രൈആക്സിയൽ ഷിയർ ടെസ്റ്റിൽ നമ്മൾ വാട്ടർ വെച്ചിട്ട് നമ്മൾ സ്പെസിമെനെ കൺഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ദർ ഇസ് നോ കൺഫൈനിങ് പ്രഷർ, സോ ഇറ്റ് ഈസ് കോൾഡ് അൺകൺഫൈൻഡ്
കംപ്രഷൻ ടെസ്റ്റ്. ഇതാണ് സ്പെസിമെൻ. നമ്മൾ ഒരു ആക്സിയൽ ലോഡിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ടെസ്റ്റ് സെറ്റപ്പ്. ഇവിടെയാണ് നമ്മൾ സ്പെസിമെൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് ആക്സിയലായിട്ട് ലോഡ് ചെയ്യുക. ഏത് ആക്സിയൽ ഫോഴ്സിലാണ് അത് ഫെയിൽ ആവുന്നത് ആ ഫോഴ്സ് എടുക്കുക. ഫോഴ്സ് പെർ ഏരിയ നമുക്ക് സ്ട്രെസ് കിട്ടും. ഇനി അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് വായിക്കാം. The cylindrical specimen of the soil is subjected to major principal stress till the specimen fails due to shearing along the critical plane of failure. അപ്പോൾ അതിൽ വരുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. കാരണം അതിൽ ആക്സിയൽ സ്ട്രെസ് മാത്രമേ എന്തുള്ളൂ നമ്മൾ ആക്ട് ചെയ്യുന്നുള്ളൂ. The shearing is conducted at a 0.5% to 2% per minute strain till the sample fails or till 20% of the axial strain occurs, whichever is earlier. അപ്പോൾ നമ്മൾ സ്ട്രെയിനിൻ്റെ റേറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് ഏത് വരെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫെയിലിയർ വരെ ചെയ്യും, അല്ലെങ്കിൽ ഫെയിലിയർ ആകുന്നില്ലെങ്കിൽ 20% ഓഫ് ദി ആക്സിയൽ സ്ട്രെയിൻ എപ്പോഴാണോ അതുവരെയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ബ്രിട്ടിൽ ഫെയിലറിൻ്റെ കേസിൽ, പെട്ടെന്ന് പൊട്ടുന്ന കേസിലാണ് നമ്മൾ ഫെയിലിയർ വരെ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ഫെയിലിയറിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് 20% ഓഫ് ദി സ്ട്രെയിൻ ആണ്. ഇനി സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എത്രയാണോ ആ ലോഡ് വരുന്നത് ഫെയിലിയർ സമയത്ത് ബൈ അതിൻ്റെ ഏരിയയാണ്. ഏരിയന് നമുക്ക് എന്ത് എഴുതാം? ഇനീഷ്യൽ ഏരിയ ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്സിയൽ സ്ട്രെയിൻ ആണ്, അതിന് വരുന്ന സ്ട്രെയിൻ ആണ്. ഇനി അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്. അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റിൻ്റെ ഒരു മോർ സർക്കിളാണ് നമ്മളിനി പറയുന്നത്. മോർ സർക്കിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. സ്ട്രെസ് കണ്ടീഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് അതിൻ്റെ വൈ ആക്സിസ് ടോയും, ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ്സും, എക്സ് ആക്സിസ് നോർമൽ സ്ട്രെസ് സിഗ്മയാണ് വരുന്നത്. ഇനി ഈ കേസിൽ സിഗ്മ 3 0 ആണ്. സിഗ്മ 3 0 ആയതുകൊണ്ട് നമ്മൾ മോർ എൻവലപ്പ് വരുന്നത് അറ്റ് ഒറിജിൻ നിന്നാണ്. സിഗ്മ 3 0 ആയതുകൊണ്ട് ഒറിജിൻ നിന്നാണ് മോർ എൻവലപ്പ് വരുന്നത്. അതുകൊണ്ട് ഫെയിലിയർ എൻവലപ്പ് എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. ഫെയിലിയർ എൻവലപ്പ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ phi = 0. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്, അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദി സോയിൽ which has phi = 0. That is, cohesive soilsന് മാത്രമേ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് പോസിബിൾ ഉള്ളൂ. cohesive soils. അപ്പോൾ കോഹസീവ് സോയിൽസിന് മാത്രമേ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ എന്ത് നോക്കുക, നിങ്ങൾ മോർ സർക്കിൾ ഇതാണ് സിഗ്മ 3 വരുന്നത്. സിഗ്മ 3 0 ആണ്, ഇത് സിഗ്മ 1 ആണ്. അതുകൊണ്ടാണ് മോർ സർക്കിൾ ഈ ഒരു രീതിയിൽ വരുന്നത്. മോർ സർക്കിളാണ്, അതിൻ്റെ ഒരു ഫെയിലിയർ ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ CU എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് QU/2. സിഗ്മ 1 ആണ് QU, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അത് ഏത് സ്ട്രെസ്സിനാണ് ഫെയിൽ ചെയ്യുന്നത് അതാണ് അതിൻ്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. ദാറ്റ് ഈസ് ഇതിൻ്റെ CU എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ദി സോയിൽ ഈക്വൽ ടു ദിസ് വാല്യൂ ഈക്വൽ ടു QU/2. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൻ്റെ റേഡിയസ് ആണ് വരുന്നത്, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് എന്ത് വരുന്നത്? CU വരുന്നത്. അതുകൊണ്ടാണ് QU/2 ആവുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക.
ഇനി മെറിറ്റ്സ് ഓഫ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് UCC ടെസ്റ്റ്. മെറിറ്റ്സ് വരുന്നത് ഇതാണ്. ദ ടെസ്റ്റ് ഈസ് കൺവീനിയൻ്റ് ആണ്, സിമ്പിൾ ആണ് ആൻഡ് ക്വിക്ക്, ആൻഡ് ഇറ്റ് ഈസ് ഐഡിയലി സ്യൂട്ടഡ് ഫോർ measuring the unconsolidated untrained shear strength of intact saturated clay. അപ്പോൾ അൺകൺസോളിഡേറ്റഡ് അൺട്രെയിൻഡ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ഇൻടാക്ട് സാച്ചുറേറ്റഡ് ക്ലേന് നമ്മൾ ചെയ്യുന്നത് UCC ടെസ്റ്റാണ്. ദ സെൻസിറ്റിവിറ്റി ഓഫ് സോയിൽ ക്യാൻ ബി ഈസിലി ഡിറ്റർമൈൻ. സെൻസിറ്റിവിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആക്ടിവിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി QU അൺഡിസ്റ്റർബ്ഡ് ഡിവൈഡഡ് ബൈ QU റിമോൾഡ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് സെൻസിറ്റിവിറ്റി. ഇനി ഡിമെറിറ്റ്സ്. ടെസ്റ്റ് കനോട്ട് ബി കണ്ടക്റ്റഡ് ഫോർ ഫിഷേർഡ് ക്ലേസിൽ ചെയ്യാൻ പറ്റുന്നില്ല. ടെസ്റ്റ് മേ ബി മിസ്ലീഡിംഗ് ഫോർ സോയിൽ ഓഫ് വിച്ച് ദ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻറ്റ് നോട്ട് സീറോ ആവാത്ത കേസ് മിസ്ലീഡിങ് ചെയ്യുന്നത്. അപ്പോൾ φ = 0, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് 0 ആവുന്ന കേസിലാണ് നമ്മൾ, അങ്ങനത്തെ സോയിലിലാണ് നമ്മൾ UCC ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഇനി അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എങ്ങനെ റിലേറ്റഡ് ടു കൺസിസ്റ്റൻസി ഓഫ് ക്ലേസ്. എന്നാൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂസ് ആണ് kN/m². ലെസ് ദാൻ 25 ആകുമ്പോൾ ഇറ്റ് ഈസ് വെരി സോഫ്റ്റ്, 25 to 50 ആകുമ്പോൾ ഇറ്റ് ഈസ് സോഫ്റ്റ്, 50 to 100 ആകുമ്പോൾ മീഡിയം, 100 to 200 ഇറ്റ് ഈസ് സ്റ്റിഫ്, 200 to 400 ഇറ്റ് ഈസ് വെരി സ്റ്റിഫ്, ഗ്രേറ്റർ ദാൻ 400 ഇറ്റ് ഈസ് ഹാർഡ്. ഇനി നെക്സ്റ്റ് വെയിൻ ഷിയർ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ലബോറട്ടറി ടെസ്റ്റുകളാണ്. ഇനി വെയിൻ ഷിയർ ടെസ്റ്റ് ഒരു ഇൻസിറ്റ്യൂ ടെസ്റ്റ് കൂടിയാണ്. ഇൻസിറ്റ്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ പോയി ചെയ്യുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് വെയിൻ ഷിയർ ടെസ്റ്റ്. അപ്പോൾ വെയിൻ ഷിയർ ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം ഒരു ബോർഹോള് കുഴിക്കുന്നുണ്ട്. ബോർഹോള് കുഴിച്ചിട്ട് വെയിന് നമ്മൾ ജസ്റ്റ് ഒന്ന് താത്തും. ഇതാണ് വെയിന് വരുന്നത്. വെയിനിന് 4 ബ്ലേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ വെയിൻ താഴ്ത്തിയിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോർക്ക് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഷിയർ സ്ട്രെങ്ത്, ടോർക്കിനനുസരിച്ചാണ്, അത് റെസിസ്റ്റിംഗ് ടോർക്കിനനുസരിച്ചാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. ടെസ്റ്റ് പ്രൊസീജിയർ നോക്കാം. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ഷിയർ സ്ട്രെങ്ത് ഓഫ് സാച്ചുറേറ്റഡ് കോഹസീവ് ക്ലേസ്. അപ്പോൾ ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദി ഷിയർ സ്ട്രെങ്ത് ഓഫ് സാച്ചുറേറ്റഡ് കോഹസീവ് സോയിൽസ്, എസ്പെഷ്യലി സെൻസിറ്റീവ് ക്ലേസ് സസെപ്റ്റബിൾ ഫോർ സാമ്പിളിംഗ് ഡിസ്റ്റർബൻസ്. അപ്പോൾ ക്ലേസിനാണ് മെയിനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ടോർക്ക് മെഷറിംഗ് അറേഞ്ച്മെൻറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു 4 തിൻ പ്ലേറ്റ് സെറ്റ്. അപ്പോൾ ടോർക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ടോർക്ക് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇതിൽ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ടോർക്ക് റെസിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അറേഞ്ച്മെൻറ്റ് നമ്മൾ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി 4 പ്ലേറ്റ് സെറ്റ്. ദ റൊട്ടേഷൻ ഓഫ് ദി വെയിൻ ഷിയർസ് ദ സോയിൽ അലോങ് എ സിമെട്രിക്കൽ സർഫസ് ആൻഡ് കറസ്പോണ്ടിങ് മാക്സിമം ടോർക്ക് ഈസ് മെഷർഡ്. നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം ടോർക്ക് അളക്കുന്നുണ്ട്. മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിംഗ് ടോർക്ക് അറ്റ് സൈഡും റെസിസ്റ്റിംഗ് ടോർക്ക് അറ്റ് ബോട്ടവും ആണ്. ഇനി നിങ്ങൾ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഇക്വേഷനാണ്. ഷിയർ സ്ട്രെങ്ത് ഈക്വൽ ടു ടോട്ടൽ ടോർക്ക് T ഡിവൈഡഡ് ബൈ പൈ d² ബൈ h/2 പ്ലസ് d/6. H എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദി വെയിൻ. D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് ദി വെയിൻ. ഇത് ഡയമീറ്റർ, ഇത് ഡിയും ഇത് എച്ചും. ഇനി T എന്ന് പറഞ്ഞാൽ എത്ര റെസിസ്റ്റൻസ്, ടോട്ടൽ ടോർക്ക് റെസിസ്റ്റൻസ് ആണ് എന്ത് T. അപ്പോൾ
ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? വെയിൻ ഷിയർ ടെസ്റ്റിൻ്റെ ഉപയോഗിച്ച് ഷിയർ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് കൂടി നോക്കാം. വെയിൻ ഷിയർ ടെസ്റ്റിൻ്റെ മെറിറ്റ്സ് വരുന്നത്: ദ ടെസ്റ്റ് ഈസ് സിമ്പിൾ ആൻഡ് ക്വിക്ക്. സിമ്പിളാണ്, ക്വിക്കാണ്. ഐഡിയലി സ്യൂട്ടഡ് ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ഇൻ സിറ്റു അൺഡ്രെയിൻഡ് ഷിയർ സ്ട്രെങ്ത് ഓഫ് നോൺ ഫിഷേർഡ് ഫുള്ളി സാച്ചുറേറ്റഡ് ക്ലേസ്. അതുപോലെ തന്നെ ടെസ്റ്റ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി യൂസ്ഡ് ടു ഡിറ്റർമൈൻ സെൻസിറ്റിവിറ്റി ഓഫ് ക്ലേസ്. സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഡിമെറിറ്റ്സ്: ടെസ്റ്റ് കനോട്ട് ബി കണ്ടക്റ്റഡ് ഓൺ ദി ക്ലേ കണ്ടെയ്നിങ് സാൻഡ്. സാൻഡുള്ള ക്ലേയിൽ നമ്മൾ ഈ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, ഓർ ഫിഷേർഡ് ക്ലേസിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ദ ടെസ്റ്റ് ഡസ് നോട്ട് ഗീവ് അക്യുറേറ്റ് റിസൾട്ട് വെൻ ദി ഫെയിലിയർ എൻവലപ്പ് ഈസ് നോട്ട് ഹൊറിസോണ്ടൽ. ഫെയിലിയർ എൻവലപ്പ് ഹൊറിസോണ്ടൽ ആവാത്ത കേസിന് ഒരു അക്യുറേറ്റ് റിസൾട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ ടെസ്റ്റ് തരുന്നില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പ്രോബ്ലംസാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച തിയറീസ്, അതിൻ്റെ കൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.